2025 സെപ്റ്റംബർ 7 ഞായറാഴ്ചയാണ് കാർലോ അക്യുറ്റിസിനെയും പിയർ ജോർജിയോ ഫ്രെസാറ്റിയെയും വിശുദ്ധരായി പ്രഖ്യാപിച്ചത്. മുൻപ് വത്തിക്കാൻ അറിയിച്ച തീയതികൾ ഒഴിച്ചുകൂടാനാകാത്ത കാരണങ്ങൾ മൂലം 2025 സെപ്റ്റംബറിലേക്ക് മാറ്റി നിശ്ചയിച്ചിരുന്നു. 2006 ലുക്കീമിയ രോഗം വന്ന് മരിച്ച കാർലോയും 1925 പോളിയോ ബാധിച്ച് മരിച്ച ഫ്രെസാറ്റിയും ചെറുപ്പക്കാരായിരുന്നു. മരിക്കുമ്പോൾ വെറും 24 വയസ്സുള്ള ഫ്രെസാറ്റിയുടെയും 15 വയസ്സ് മാത്രമുണ്ടായിരുന്ന കാർലോയുടെയും വിശുദ്ധ പദവി തിരുക്കർമ്മങ്ങൾക്ക് ഏകദേശം 100,000-ലധികം പേർ തന്നെ പങ്കെടുത്തിരുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇറ്റലിയിൽ നിന്നും ബ്രസീൽ, കോസ്റ്ററിക്ക, ഇന്ത്യ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള യുവജനങ്ങൾ ഇന്നീ ദിനത്തിൽ സന്നിഹിതരായിരുന്നു. 1991 ജനിച്ച് 2006 ലുക്കീമിയ ബാധിച്ച് മരണമടഞ്ഞ വിശുദ്ധ കാർലോ അക്യുറ്റിസിന്റെ മധ്യസ്ഥത്താലാണ് കോസ്റ്ററിക്കയിലെ 21-കാരിയായ വലേറിയ വെൽവാറ്റക്കിന് അത്ഭുത സൗഖ്യം ലഭിച്ചത്. 2022 ജൂലൈ മാസത്തിൽ ഫ്ലോറൻസിൽ വെച്ച് ഗുരുതരമായ സൈക്കിൾ അപകടത്തിൽ ശിരസിന് മാരകമായി പരിക്കേറ്റ വലേറിയയ്ക്ക് അത്യാഹിത ചികിത്സ അനിവാര്യമാണെന്നും അടിയന്തര ശസ്ത്രക്രിയ നടത്തണമെന്നുമാണ് ചികിത്സ നടത്തിയ ഡോക്ടർമാർ പറഞ്ഞുവച്ചത്. ഇത് കേട്ട വലേറിയയുടെ അമ്മ സംഭവത്തിന് 6 ദിവസങ്ങൾക്ക് ശേഷം അസീസിയിൽ സ്ഥാപിച്ചിരുന്ന കാർലോ അക്യുറ്റിസിന്റെ ശവകുടീരത്തിങ്കൽ പോയി പ്രാർത്ഥിക്കുകയും അന്നേ ദിനം തന്നെ കൃത്രിമ ശ്വാസോച്ഛ്വാസ ഉപാധികൾ ഇല്ലാതെ തന്നെ വലേറിയയ്ക്ക് സ്വയം ശ്വാസമെടുക്കുവാൻ സാധിക്കുന്ന വിധത്തിൽ ഗുരുതരമായ പരിക്ക് സുഖപ്പെട്ടു വന്നിരുന്നു. അടുത്ത ദിവസം ഭാഗികമായി ശരീരം ചലിപ്പിക്കുവാനും സംസാരശേഷി വീണ്ടെടുക്കുവാനും വലേറിയയ്ക്ക് സാധിച്ചു. പിന്നീടുള്ള ദിനങ്ങളിൽ വലേറിയ തന്നെ ചികിത്സിച്ച ഡോക്ടറിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സുഖപ്പെട്ടു വരികയും ചെയ്തു. 10 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത്യാഹിത വിഭാഗത്തിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യപ്പെട്ട വലേറിയ വളരെ വേഗം സുഖപ്പെടുകയും പിന്നീട് നടത്തിയ മെഡിക്കൽ സ്കാനിംഗിൽ തലച്ചോറിലുണ്ടായിരുന്ന ചതവ് അപ്രത്യക്ഷമായിരിക്കുന്നതായും ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തി. അതിനുശേഷം ഒരാഴ്ചയോളം ഫിസിയോതെറാപ്പി ചെയ്ത വലേറിയയ്ക്ക് പരിപൂർണ സൗഖ്യമാണ് ലഭിച്ചത്. തനിക്ക് അപകടമുണ്ടായതിന്റെ 2 മാസം ശേഷം വലേറിയ വോർവാഡിൽ അസീസിയിലേക്ക് കാർലോയുടെ ശവകുടീരത്തിലേക്ക് നന്ദി പറയുവാൻ എത്തിയിരുന്നു. ആധുനിക മെഡിക്കൽ സയൻസിൽ അസാധ്യമായൊരു സൗഖ്യമാണ് വലേറിയയ്ക്കുണ്ടായതെന്ന് ചികിത്സിച്ച ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. 2004 മെയ് 24 ഈ അത്ഭുത സൗഖ്യ സാക്ഷ്യത്തെ ദിവംഗതനായ പോപ്പ് ഫ്രാൻസിസ് കാർലോ അക്യുറ്റിസിന്റെ മധ്യസ്ഥതയാൽ നടന്ന അത്ഭുതമെന്ന് അംഗീകരിച്ചു. ഈ അംഗീകാരമാണ് അക്യുറ്റിസിന്റെ വിശുദ്ധ പദവി പദം നൽകപ്പെടാനുണ്ടായ പ്രഥമ കാരണങ്ങളിലൊന്ന്. ചർച്ച് ഡെസ്ക്, ഷെക്കിന ന്യൂസ്.